പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യഹൂദന് യവനനും എന്നില്ല, പരിച്ഛേദന അഗ്നിധർമ്മം എന്നില്ല, ബർബരൻ ശകൻ ദാസനെന്നില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പം അതിൽ യഹൂദനെന്നില്ല, ജാതി എന്നില്ല, ഏത് ഗോത്രവും ഭാഷവും വംശക്കാരനൊന്നുമില്ല, എല്ലാവരും ആ അനുഭവത്തിലേക്ക് വന്നിരിക്കണം. മനസ്സിലാകും. ആ പഴയ അനുഭവങ്ങളെല്ലാം പോണം നമ്മളിൽ. 100 ബീഡി വലിക്കുന്നവൻ 1 ബീഡി വലിച്ചാലും പുകവലി വലിക്കുന്നവനായി. സ്വത്രം. 2 കുപ്പി മദ്യം അടിക്കുന്നവൻ 1 പെഗ്ഗടിച്ചാലും മദ്യപാനിയാണ്. പഴയ സ്വഭാവങ്ങളെല്ലാം പോണം, പഴയ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പോണം. ഒരു പുതിയ സൃഷ്ടിയായി തീരണം, ഒരു പുതിയ രൂപാന്തര സൃഷ്ടിയായി തീരണം. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ അനുഭവങ്ങൾ മാറി ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണം. പത്രോസ് യേശുവിനോട് കൂടി 3.5 വർഷം നടന്നപ്പോൾ എന്താ പറ്റി? നീ അവനോട് കൂടിയുള്ളവൻ, ഞാൻ അറിയുന്നില്ല. നീ അവനോട് കൂടിയുള്ളവൻ, അല്ലെങ്കിൽ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ അവനോട് കൂടിയുള്ളവൻ, എനിക്കറിയില്ല, ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞ് പ്രാകാൻ തുടങ്ങി. അവസാന വാക്കിൽ ആ പുള്ളിക്കാരി പറഞ്ഞത് ശ്രദ്ധിച്ചോ? നീ അവനോടുകൂടിയുള്ളവൻ, നിന്റെ വാക്കും ഉച്ചാരണവും അത് വെളിവാക്കുന്നു. 3.5 വർഷം തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കിക്കൊണ്ട് നടന്ന പത്രോസ് 3.5 വർഷം കൂടെ നടന്നപ്പോൾ അവൻ്റെ വാക്കും ഭാഷയും വസ്ത്രധാരണവും പോലും മാറി. ഇവിടെ എന്താ പറഞ്ഞേ? ഞാൻ ആരെ ചുംബിക്കുന്നോ അവനെ പിടിച്ചോളൂ, അവനാണ് യേശു. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുക, വസ്ത്രധാരണം പോലും ഒരുപോലെ. എന്താ ദൈവമക്കളെ ഇത്! ഭാഷാശൈലി ഒരുപോലെ, വസ്ത്രധാരണം ഒരുപോലെ, വിശുദ്ധിയും വേർപാടും പാലിച്ച് ദൈവമക്കൾ എല്ലാം ഒരുപോലെ ആയിരിക്കണം. ഒരു ഉപദേശം, ഒരു ആത്മാവ്, ഒരു പ്രത്യാശ, ഒരു സന്തോഷം, എല്ലാം ഒന്നായിരിക്കണം. ലക്ഷ്യം ഒന്നായിരിക്കണം. ഇതിപ്പോൾ 10,000 തട്ടിലല്ലേ പെന്തക്കോസ്തുകാർ കിടക്കുന്നത്. എന്തൊക്കെ ഉപദേശമാണ്! ബാലൻ സാർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, പെന്തക്കോസ്തിൽ ഉപദേശം കുമിഞ്ഞുകൂടാനുള്ള കാര്യം എന്താ കാര്യം? പുള്ളി പറഞ്ഞത് ഇതാ: അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കുന്നില്ല. കടിച്ചത് പലയിടത്തും പിടിച്ചത്, കണ്ടവരും പറഞ്ഞതും പിടിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തരും ഓരോ ഉപദേശം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ന്യായപ്രമാണം ചിലരുണ്ടായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പുതിയ നിയമസഭയാണ്. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2-ലാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. അത് തന്നെ നമ്മൾ ചെയ്യണം. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വേണ്ടിയിട്ട് പറയുകയല്ല. ഇത് കേട്ടെങ്കിലും ദൈവമക്കൾ ഇനിയെങ്കിലും നന്നാകണം, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. യാഥാർത്ഥ്യങ്ങളുടെ പിറകെ പോകണം നമ്മൾ. ചില പുകമറയുടെ പിറകെ പോകുന്നവരായി തീരാതെ. ചില പുഴുക്കളുണ്ടത്രേ. ഒരു പുഴു ഇങ്ങനെ മുമ്പിലിങ്ങനെ പോകും, അതിൻ്റെ പിറകെ മറ്റേ പുഴുക്കളെല്ലാം പോകും. മുമ്പേ പോണവന് ഒരു ബോധവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല. പുറകെ പോകുന്നവന് അത് തന്നെ ഒരു ഗതി. അങ്ങനെ ആകരുത് നമ്മൾ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ഗോളുണ്ട്. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം രൂപാന്തര ശരീരം, നമ്മുടെ ലക്ഷ്യം 1000 ആണ്ട് വാഴ്ച, നമ്മുടെ ലക്ഷ്യം പുതിയ ആകാശം പുതിയ ഭൂമി. ഇങ്ങനെയുള്ള കൺസെപ്റ്റ് വിട്ട് ഒരു കാര്യത്തിലും ദൈവമക്കൾ പോകരുത്. ഉപദേശം പറയുമ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കൂടെ ഉപദേശം പറയാൻ. കഞ്ഞി കുടിക്കാൻ വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങരുത്. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ, കർത്താവ് തന്നോളും. നീ കർത്താവിൻ്റെ വേല ചെയ്താൽ നിന്നെ പുലർത്താനുള്ള ഉത്തരവാദിത്തം കർത്താവിനുണ്ട്. വിദേശ യാത്രയ്ക്ക് വേണ്ടി വല്ലവൻ്റെ കൈയും കാലും പിടിക്കരുത്. എനിക്ക് 2 വിദേശ യാത്ര വന്നിട്ട് ഞാൻ തട്ടിക്കളഞ്ഞ ആളാണ്. കാരണം ദൈവമിതമല്ലെന്ന് മനസ്സിലാക്കി. ദൈവം എന്നെ അയക്കുന്ന സമയത്ത്, ദൈവം എന്നെ അയക്കുന്ന സ്ഥലത്ത് ഞാൻ പോകാൻ എനിക്ക് ഒരു തടസ്സവും ഇല്ല, ഒരു മനസ്സ് ഇല്ലായ്മയും ഇല്ല. ദൈവം അയക്കുന്നെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. ദൈവം അയക്കുന്നതായിട്ട് തോന്നണം, ബോധ്യപ്പെടണം. ദൈവാത്മാവ് നിയോഗം തരണം. ആത്മാവോട് സാക്ഷ്യം പറയണം. ഇതൊക്കെ ഇല്ലാതെ ചുമ്മാ എടുത്തിയാടി പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:12 വായിച്ചേ. കൊലോസ്യർ 3:12. ആ ആ ആ ആ ആ ആ
ആ ആ മതി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ 3:1 മുതൽ 11 വരെയുള്ള വാക്യത്തിലെ വിഷയങ്ങൾ നമുക്കറിയാം. വളരെ ഗഹനമായ വിഷയങ്ങളാണ്. അതെല്ലാം പറഞ്ഞ് പൗലോസ് സഭയെ പഠിപ്പിച്ച് കൊലോസ്യ സഭയെ പഠിപ്പിച്ച് വന്നിട്ട് പഴയ സ്വഭാവങ്ങൾ, പഴയ രീതികളെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ചിലത് പുതിയത് ധരിക്കാൻ പറയുക, വസ്ത്രം ധരിക്കുന്ന പോലെ. ചെള്ള പറയേണ്ട വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ചില നല്ല വസ്ത്രം ധരിക്കാൻ പറയുക, നല്ല ഉപദേശത്തിലേക്ക് ജീവിതത്തെ കെട്ടുപണി ചെയ്യാനായിട്ട് പറയുക. അതാണ് അവിടുത്തെ രീതി, ഇവിടുത്തെ ശൈലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. അപ്പോൾ ഈ പാപസ്വഭാവങ്ങളൊക്കെ വിട്ടു കളഞ്ഞപ്പോൾ നമ്മൾ ആരായി? വ്രതന്മാരായി, വിശുദ്ധന്മാരായി, പ്രിയരായി തീർന്നു, വിശുദ്ധ സഹോദരന്മാരായി, പുതിയ നിയമസഭയിലെ അംഗങ്ങളായി. നമ്മൾ സാധാരണ ഓർഡിനറി മനുഷ്യരല്ല. ഞാനും നിങ്ങളും സാധാരണ മനുഷ്യരല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധന്മാരായി, വ്രതന്മാരായി. വ്രതന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ശിംശോൻ വ്രതസ്ഥനായിരുന്നു. ശിംശോൻ വ്രതസ്ഥനായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരവിരുതായി, ദൈവത്തിൻ്റെ കരത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭക്തനായി ശിംശോനെ ദൈവം കണ്ടു. അവൻ വ്രതമെടുത്ത് അതിനനുസരിച്ച് മുമ്പോട്ട് പോയി. വ്രതം തെറ്റിച്ച് കളഞ്ഞപ്പോൾ എന്ത് പറ്റി? ശത്രുവിൻ്റെ കയ്യിലായി. ഇന്ന് അനേക വ്രതസ്ഥന്മാരെ പിശാച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്ന ചിത്രം കണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഞാൻ. അനേക കരുത്തന്മാര്, ശക്തന്മാര് പൈസ കൊടുത്തും സ്ഥാനമാനങ്ങൾ കൊടുത്തും അവരുടെ ശക്തി ചോർന്നുപോയി. ഇതാ ഫെലിസ്ത്യൻ വരുന്നെന്ന് പറയുമ്പോൾ ശിംശോൻ എന്ത് ചെയ്തു? സടകുടഞ്ഞ് എഴുന്നേൽക്കുമായിരുന്നു. കെട്ടിയ കെട്ടെല്ലാം പൊട്ടിച്ച് കളയുമ്പോൾ തീ എരിച്ചു കളയുന്ന പോലെ കെട്ടെല്ലാം പൊട്ടിപ്പോകുമായിരുന്നു. ശിംശോനെ ഇതാ ഫെലിസ്ത്യർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക? പുള്ളി ചാടി എഴുന്നേൽക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോവില്ല, കെട്ടെല്ലാം പൊട്ടിപ്പോകും. ശിംശോനെ വലച്ചു കളഞ്ഞ സഹോദരന്റെ പേരെന്താ? ദലീല. ദലീല ആർക്ക് നിഴല? ലോകത്തിന് നിഴല. ഇന്ന് അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ അസ്തമിച്ചു പോയി. ദലീലയാകുന്ന ലോകത്തിന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ശിംശോനെ, പെന്തക്കോസുകാരാ, പ്രാസംഗികനെ, ഉപദേശി, വിശ്വാസിയെ, എനിക്ക് പറയാനുള്ളത്, ലോകമാകുന്ന ദലീലയുടെ മടിയിൽ നീയും ഞാനും ഉറങ്ങിയാൽ, എനിക്കൂടെയുള്ള ഉപദേശമാണ്, നമ്മുടെ ശക്തി മുഴുവൻ ചോർന്നു പോകും. പിന്നെ പിശാചിനെ ശാസിക്കാൻ പോയാൽ പിശാച് നിന്റെ തലമണ്ട തകർക്കും. എനിക്കറിയാം, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. പിശാച് പോകാത്ത ഒരു സഹോദരിയെ ശാസിക്കാനായിട്ട് പല ഭാഷന്മാരും നോക്കിയിട്ട് നടന്നില്ല. അവസാനം ഒരു കൃപാവരപ്രാപ്തനെ കൊണ്ടുവന്നെന്നാണ് കഥ. എൻ്റെ ഒരു കൂട്ടു സഹോദരൻ പറഞ്ഞതാണ്. ശാസിച്ചപ്പോൾ പിശാച് പോയി. അപ്പോൾ ഉപദേശിയോട് ചോദിച്ചു, കുടിക്കാൻ എന്ത് വേണമെന്നുള്ള? കോഴി രക്തം വേണം എനിക്ക് കുടിക്കാൻ. പിശാച് അതൊക്കെയല്ലേ ചോദിക്കുന്നു. പശുവിനെ വെട്ടിയ രക്തം, കോഴിയുടെ രക്തം. പിശാചിനോട് കയറി. അതുകൊണ്ട് വ്യവസ്ഥയില്ലാതെ, പ്രമാണത്തിൽ നിൽക്കാതെ, ശുദ്ധീകരണം പ്രാപിക്കാതെ ഈ വക പരിപാടിക്കൊന്നും ആരും പോകരുത്. എത്ര കഥകൾ എനിക്കറിയാം. കുടുംബം തകർത്ത് കളയും സാത്താൻ. ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുന്നില്ലെങ്കിൽ, നിനക്കതിനുള്ള കൃപ തന്നിട്ടില്ലെങ്കിൽ, നിനക്കതിനുള്ള പ്രാഗൽഭ്യമില്ലെങ്കിൽ, ശാന്തമായിട്ടിരുന്നു വചനം പ്രസംഗിച്ച് സഭയെ നടത്തിക്കോളും. വിശുദ്ധിയും വേർപാടും ഉപദേശം അനുസരിച്ചുള്ള ജീവിതം കൃപാവര പ്രാപ്തന്മാർക്ക് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ സംഗതി പണിപാളും. ഇത് രാഷ്ട്രീയമല്ല. ഇന്ന് ലോകം ഭരിക്കുന്നത് സാത്താനാ. മൗണ്ട് ബാറ്റേൺ പ്രഭു നമ്മുടെ ഇന്ത്യ ഭരിച്ചതുപോലെ സർവ്വലോകവും 190, 92, 200 രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയുന്നു. 200 രാഷ്ട്രങ്ങളുടെയും ഭരണ സംവിധാനം സാത്താൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് 1 യോഹന്നാൻ 5:19 പ്രകാരം സർവ്വലോകത്തിൻ്റെയും ഭരണം സാത്താനാണ്. ഈ ലോകത്തിൻ്റെ ഭരണം സ്വത്രം സാത്താൻ്റെ കയ്യിലാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാണ്. ലോകത്തിൻ്റെ ദൈവം സാത്താനാണ്. അതുകൊണ്ട് ഈ സാത്താൻ ഭരിക്കുന്ന ലോകത്ത് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയും വേർപാടും ഉപദേശ സത്യങ്ങളും പാലിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയില്ല. സാത്താൻ നമ്മളെ തകർത്ത് കളയും. അങ്ങനെ തകർത്ത് കളഞ്ഞ എത്രയോ ഭക്തന്മാരെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വ്രതനായിരുന്നു ശിംശോൻ. ദലീലയുടെ മടിയിലുടങ്ങി ശക്തി ചോർത്ത് പോയി. അവസാനം പിന്നെ പറയുന്നത് എന്താ? മരിക്കാൻ നേരത്ത് 3000 എണ്ണത്തിനെ കൊന്നുകൊണ്ടല്ലേ മരിക്കുന്നത്. ഇവിടെ കൊല്ലുന്ന ശുശ്രൂഷയല്ല, ഇവിടെ ജീവിപ്പിക്കുക.
പത്രോസ് മീനിനെ പിടിച്ച് കൊന്നുകൊണ്ടിരുന്നെങ്കിൽ പത്രോസ് ആത്മനിറവ് പ്രാപിച്ച് ഒന്നാം പ്രസംഗത്തിൽ 3000 എണ്ണത്തെ ജീവിപ്പിച്ച ചരിത്രം ആ പുസ്തകം പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പത്രോസിനോട് പറഞ്ഞു. അത് പ്രകാരം ഒരൊറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം സ്വർഗത്ത് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനേകരെ ആത്മീയമായി ചത്ത് കിടക്കുന്നവരെ, സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ ആത്മീയമായി ജീവിപ്പിച്ചെടുക്കാൻ പത്രോസിന്റെ ശുശ്രൂഷകൾ കഴിഞ്ഞു. ഇന്ന് പ്രസംഗങ്ങളും ശുശ്രൂഷകളും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയല്ലേ ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം എല്ലാവരുമല്ല ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഉപദേശം പ്രസംഗിച്ച സഭകളെ ബലപ്പെടുത്തി വളർത്തിയെടുക്കുന്നുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷവും നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാര്, കർത്താവ് പറഞ്ഞൊരു വാക്യം കൂടി ഇതിനോട് നമുക്ക് ഓർമ്മ വരാം, കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സാത്താൻ സൂക്ഷിച്ചുകൊള്ളു. വൃതന്റെ ലക്ഷ്യം ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സ്വർഗരാജ്യം, ദൈവരാജ്യം, രൂപാന്തര ശരീരം, പുതിയ ആകാശം, പുതിയ ഭൂമി, 1000 ആണ്ട് വാഴ്ച. ഇതൊക്കെയാണ് ഒരു വൃതസ്ഥന്റെ ലക്ഷ്യം. അതിൽ നിന്ന് തെറ്റിച്ച് കളയാൻ സാത്താൻ പാസ്റ്റർമാരെ പോലും ഉപയോഗിച്ചിട്ടിരിക്കുന്നൊരു കാലഘട്ടമാണെന്ന് പെന്തക്കോ സമൂഹമേ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളെ നടത്തുന്നവർ നിന്നെ തെറ്റിച്ച് കളയുന്നു, നിങ്ങളുടെ വഴി നശിപ്പിച്ച് കളയുന്നു. യെശയ്യാവ് 3:12 വാക്യം ഫ്ലക്സ് അടിച്ച് വീട്ടിലിട്ടോ. ഹല്ലേലൂയ. കാരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പോൾ ഈ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നുള്ളത് എന്താ? ആത്മാവിൻ്റെ ഫലത്തിൽ പെടുന്നതാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയ. ജഡത്തിൻ്റെ പുറമെയുള്ള ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, അസൂയ, ഭിന്നത, മദ്യപാനം, വെറുക്കുത്ത് എന്നിവ ഉളവാകും. ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് ആത്മാവിനെ പ്രാപിച്ച് ആത്മഫലമുള്ളവരായി ജീവിക്കണം. ആത്മാവിൻ്റെ ഫലം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വൃതരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നിവ ധരിച്ചുകൊണ്ട്, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരുവനോടൊരുവൻ അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഏതെങ്കിലും സഹോദരന്മാരുടെ ഒരു വഴക്കാട്ട് എനിക്ക് തോന്നിയാൽ എനിക്ക് ക്ഷമ ചോദിക്കാൻ യാതൊരു മടിയില്ല. വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ. സഹോദരൻ അന്നത്തെ ദുർബല സമയത്തിൽ ഒരു രോഷമുള്ളത് പറഞ്ഞു പോയി, ദൈവനാമത്തിൽ ക്ഷമിക്കാൻ എന്താ കുഴപ്പം? എത്രയോ കാര്യങ്ങൾ ക്രമീകരണം വരുത്താതെ ഇന്നും വെച്ചുകൊണ്ടിരിക്കുന്നു, ക്ഷമ ചോദിക്കാതെ. എന്നിട്ട് കർത്താവിൻ്റെ മേശ എടുക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും താടികൾ നമ്മൾ മുട്ടിക്കുക. അത് വിശുദ്ധ ചുംബല വന്ന് പേര്. അതുകൊണ്ട് ഈ കൊള്ളരുതായ്മകളെല്ലാം നിർത്തി ഒരു വലിയ മാനസാന്തരം നമുക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് വഴക്കുണ്ടായാൽ ഒരുവൻ എന്ത് ചെയ്യുക? ക്ഷമിക്കുകയും ചെയ്യുവിൻ. ക്ഷമിക്കണം. പത്രോസ് എന്ന് കർത്താവിനോട് ചോദിച്ചു, സഹോദരൻ 7 വട്ടം പിഴച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. കർത്താവ് എന്ത് പറഞ്ഞു? 70 വട്ടം. അതിന് ശരിയായ മൂലഭാഷയിൽ അതിന് കണക്കില്ല, സംഖ്യയില്ലാതെ ക്ഷമിച്ചോളാനാണ്. കാരണം നമ്മൾ മനുഷ്യരല്ലേ, തെറ്റിപ്പോകുന്നവരല്ലേ, തെറ്റിപ്പോകുന്നവരല്ലേ. നാം പലതിനും തെറ്റിപ്പോകുന്നു. നാം നമ്മിൽ പാപമില്ലെന്ന് പറയാൻ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപം, തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. അതാത് സമയങ്ങളിൽ പാപബോധമുള്ളവരായി തെറ്റുകുറ്റങ്ങളെ കുറിച്ച് കൈപ്പോടെ കരയുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയം അതാണ്. പാപബോധമില്ലാത്ത ശുശ്രൂഷകന്മാരും പാപബോധമില്ലാത്ത വിശ്വാസികളെയും കൊണ്ട് ഇന്നത്തെ ക്രൈസ്തവ ഗോളം നിറഞ്ഞു കിടക്കും. ഇതെവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. അല്ല വേറെന്താ? അല്ല, എനിക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം കിട്ടി. 4 പേര് പക്ഷപാതക്കാരനെ ചുവന്നുള്ളൂ. നമുക്ക് കർത്താവ് എന്താ പറയുന്നത്? അവർ ഇതിൻ്റെ പാപങ്ങൾ മോഹിച്ചു എന്നിരിക്കുന്നു. മർക്കോസ് 2:5, മർക്കോസ് 2:10 മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്നറിയേണ്ടതിന്. അപ്പോൾ പാപമോചനം നമുക്ക് കിട്ടിയെന്ന് വെച്ച് സന്തോഷിച്ച് ചാടി നടക്കരുത്. പാപം നമ്മിൽ വരാം.
ആ വാരുന്ന പാപങ്ങൾ നമ്മൾ വാഴരുത്. ആ പാപം നമ്മൾ കർത്തൃത്വം നടത്തരുത്. കർത്തൃത്വം നടത്തിയാൽ നമ്മൾ മഹാഭാവികളായി പോകും. പാപം നമ്മൾ വാണാൽ ആ പാപം നിന്നെ കീഴ്പ്പെടുത്തും. പണ്ട് രാജാവിൻ്റെ കഥ പറഞ്ഞ പോലെ രാജാവ് ദാസനെ വാഴിച്ചു. അവസാനം എന്ത് ചെയ്തു? ദാസൻ കൽപ്പന കൊടുത്ത് വെട്ടി കൊന്നുകളഞ്ഞു. അതുപോലെ ദൈവഹിതമില്ലാത്ത ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് ചേർന്ന് ദൈവഹിതമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമ്മുടെയും ചീട്ട് വീർത്തരും സാത്താൻ. അതുകൊണ്ട് പരിജ്ഞാനവും വിവേകവും സുബോധവും തിരിച്ചറിവുമുള്ള ദൈവമക്കളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്നിവ ധരിച്ചുകൊണ്ട് എന്തൊക്കെ ധരിക്കണം? വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഇവരോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പി. എല്ലാറ്റിനും പേര് സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പി. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സമാധാനം നമ്മളിൽ വാഴണം. സമാധാനം നമ്മളിൽ വാഴണം. സമാധാനം നമ്മളിൽ വാഴണം. ഹല്ലേലൂയ. സമാധാനം നമ്മളിൽ വാഴണം. ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം തരുന്ന ശക്തമായ പഠനമാണ്. സമാധാനം നമ്മളിൽ വാഴണം. വചനം നമ്മളിൽ വസിക്കണം. പെന്തക്കോസ്തുകാർക്ക് ഇത് വല്ലതും ഉണ്ടോ? ഞാൻ സാധാരണ പറയാം, ഒരു കോഴിമുട്ട എടുത്ത് നെഞ്ചത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പം മുട്ട പുഴുങ്ങി കിട്ടും. അത്രത്തോളം ഉണ്ട് പെന്തക്കോസ്തുകാരുടെ സമാധാനം. ഒരു ഗുണവുമില്ല. 94-കാരനായ പ്രായമുള്ള ഒരു ഉപദേശി എപ്പോഴും പറയാറുണ്ട്, ഭൂലോകം കീഴ്മേ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇനി എന്നെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ എന്താ ചെയ്യുക? കർത്താവിനോട് ഞാനോ ലോകസ്ഥലം ഇല്ല എന്നുള്ള നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കൂടെയുണ്ടെന്നുള്ള വാഗ്ദത്തം ഉണ്ടെന്ന്. ആ വാഗ്ദത്തങ്ങൾ ഈ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുക. വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ലോകത്തിന് മഹത്വമുള്ള നാശം വിട്ടൊടിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കാനാണ് പത്രോസ് ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ വായിച്ചു ആ വാക്യം, ഇനി വായിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. കർത്താവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. എല്ലാറ്റിനും ഇത് സ്വന്തമായ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. പെന്തക്കോസ്തുകാരോട്, പാസ്റ്റർമാരോട്, വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹം എന്നൊരു സബ്ജക്റ്റ് വിട്ടാൽ പോയി. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നമുക്ക് തരുന്ന പഠനം അതിശക്തമാണ്. ഞാനത് എപ്പോഴും വായിച്ചു വിടാറുണ്ട്. വായിച്ചു വിട്ടാൽ മതിയല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അതിലുള്ളത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്തു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഊതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, അംശമായി മാത്രം നാം അറിയുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഈ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. വീൽ വലുതോ സ്നേഹം തന്നെ. ഈ അധ്യായം സ്നേഹത്തെ പഠിപ്പിക്കുന്ന അധ്യായം. ഇതിനിടയിൽ ഈ 11-ാം വാക്യം എന്തിനാണ് പരിശുദ്ധാത്മാവ് ഈ നിലയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. കാരണം ശൈശവാവസ്ഥയിൽ കിടന്നാൽ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടാകത്തില്ല. അതതിൻ്റെ കാര്യം. അതാരും മനസ്സിലാക്കുന്നില്ല ഈ ദിവസങ്ങളിൽ. നമുക്ക് ആത്മീയ വളർച്ച കിട്ടുന്നില്ലെങ്കിൽ, ആത്മീയ വർധനം ഉണ്ടാകുന്നില്ലെങ്കിൽ, ആത്മീയ നിറവുണ്ടാകുന്നില്ലെങ്കിൽ, നമ്മൾ ആത്മീയമായി ശിശുവിനെ പോലെ ജീവിച്ചാൽ അങ്ങോട്ടിങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല. ശിശുക്കൾ തമ്മിലുള്ള സ്നേഹം താൽക്കാലികമാണ്.
ഇപ്പം ഞങ്ങൾ 5 വയസ്സുള്ള കുഞ്ഞ്, അവനെന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്താൽ അവൻ സ്നേഹിക്കും. ഒന്നും കൊടുത്തില്ലെങ്കിലോ അപ്പോൾ എനിക്ക് സ്നേഹമില്ലെന്ന് പറയും, തുറന്നു പറയും, പിണക്കാന്ന് പറയും. അതിനെന്ത് ചെയ്യണം? കൊടുത്തുകൊണ്ടിരിക്കണം. വിശ്വാസമുള്ളത് തന്നെയല്ലേ. പാസ്റ്റർമാർ ആ നിലയിൽ താണു പോയില്ലേ? പൈസ കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർമാർ വിശ്വാസങ്ങളെ സ്നേഹിക്കുമോ? പണ്ടൊരു വിശ്വാസി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ 10 ചക്രമുള്ളവൻ്റെ വീട്ടിലേക്കേ പോകത്തുള്ളൂ, ഞങ്ങളുടെ വീട്ടിലൊന്നും വരത്തില്ല. അങ്ങനെയായി. ബഹുഭൂരിപക്ഷം ദ്രവ്യാഗ്രഹികളായിപ്പോയി. പൈസ തരാത്തവരെ കൂടുതൽ സ്നേഹിക്കണമെന്ന് എൻ്റെ ചിന്ത. പക്ഷെ അവർക്ക് എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ അവരുടെ കഷ്ടപ്പാടിലൊരു കൈത്താങ്ങലായിരിക്കണം. വരുമാനം നിലച്ച, അല്ലെങ്കിൽ വരുമാനമില്ലാതെ ഭൗതികമായി പരിമിതമായ നിലയിൽ ജീവിക്കുന്ന പാസ്റ്റർമാരോട് സൂക്ഷിക്കാൻ പോയാൽ കാശ് വാങ്ങരുത്, കൊടുത്തിട്ട് പോകണം. ഇതുള്ളത് കൂടി തട്ടിപ്പറിച്ചുകൊണ്ട് പോരുകയില്ല. പണ്ടൊരു വീട്ടിലൊരു പാസ്റ്റർ വിസിറ്റിങ്ങിന് പോയി. ഒരു വകയില്ല അവിടെ കൊടുക്കാൻ. അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചി ഒരു കൊച്ചു പയ്യനും. അമ്മച്ചി ഓടി പടച്ച് 2 നെയ്യപ്പം മേടിച്ചുകൊണ്ട് വന്ന് ഒരു ചായ ഇട്ട് കൊടുത്തു. ഇപ്പം ചെറുക്കൻ കിടന്ന് കയറ് പൊട്ടിക്കുക, എനിക്ക് വേണം നെയ്യപ്പം, എനിക്ക് വേണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? പാസ്റ്റർ ഒരെണ്ണേ തിന്നുള്ളൂ, ഒരെണ്ണം വെച്ചിട്ട് പോകും, അപ്പോൾ നിനക്കെടുത്ത് തരാം. അവർ ഈ ജനലിൻ്റെ കട്ടളയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വിടവിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മയും പാസ്റ്റർ കൂടി പാസ്റ്റിങ്ങനെ വർത്താനം പറഞ്ഞ് ചായ കുടിച്ചു, ഒരു നെയ്യപ്പം കഴിച്ചു. 2ാമത്തെ നെയ്യപ്പത്തിൽ പിടി വീണപ്പോൾ ആ കൊച്ചു പയ്യൻ പാവം വിളിച്ചു പറഞ്ഞു, അമ്മച്ചി 2ാമത്തെ നെയ്യപ്പത്തിലും പാസ്റ്ററിൻ്റെ പിടി വീണു. പാസ്റ്റർ അത് കേട്ടു. അപ്പം തന്നെ അവിടെ വെച്ചിട്ട് പോണ്ടേ? ഞാനാണെങ്കിൽ ചെയ്യുന്നില്ല, വിശപ്പിൽ 2ഉം കഴിച്ചു എന്ന് വെച്ചോ. ഞാൻ ഉടനെ ചെയ്യാൻ പോകുന്നത് ഒരു 10 നെയ്യപ്പം മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ചിട്ട് പോകും. പിന്നെന്താ? അല്ലെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് 1/2 ഗ്ലാസ് ചായയും കുടിച്ച് ആ 2 നെയ്യപ്പത്തിൻ്റെ ഒരു കഷ്ണം കഴിച്ച് 1.5 കഷ്ണം അവിടെ വെച്ചിട്ട് പോകണം. അതിലെ പരിജ്ഞാനം. പരിജ്ഞാനമില്ലായെങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. പരിജ്ഞാനമുള്ളവരായിരിക്കണം. പ്രാർത്ഥിച്ചൊരു വീട്ടിൽ കാല് വയ്ക്കുമ്പോൾ ആ വീട്ടിലത്തെ അവസ്ഥയെക്കുറിച്ചൊരു വെളിപ്പാട് കർത്താവിന് പ്രാപിക്കണം. ഞാനും എൻ്റെ കൂട്ടു സഹോദരനും കൂടി ഒരു വീട്ടിൽ പോയി. വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന അപ്പനും അമ്മയും മക്കളും. ആ കൊച്ചാണെങ്കിൽ ഒന്നും തിന്നാതിരിക്കുക. വീട്ടിൽ പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു ചിന്ത വന്നു, ഒരു കഷ്ടത്തിലായിരിക്കും, അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം. എനിക്ക് തോന്നുന്നു 10-12 കടി. ഞാനങ്ങനെയൊക്കെയാണ്. പഴംപൊരി, ഉണ്ടംപൊരി, വട, അത് ഇതെല്ലാം കൂടി മേടിച്ചൊരു പുതിയതായിട്ട് കൊണ്ടുവന്ന് ആ വീട്ടിലോട്ട് പോകും. ആശന്താ ഈ വഴി ഞങ്ങൾ ചുമ്മാ ഒന്ന് കാണാമെന്ന് അവിടെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു, പ്രബോധനമൊക്കെ പറഞ്ഞു. ആ പൊതി കൊണ്ട് വെച്ചപ്പോൾ തന്നെ കൊച്ചു നോക്കി എന്താന്ന് ചോദിച്ചു. മോനെടുത്ത് തിന്നെന്ന് പറഞ്ഞു. പൊതി അങ്ങോട്ട് അഴിച്ചു വെച്ചില്ല. 2 ഒരു കയ്യിലും 2 വേറൊരു കയ്യിലെടുത്ത്. കാരണം വിശന്ന് പൊരിഞ്ഞിരിക്കുക. ഇതൊക്കെ നമ്മൾ പരിജ്ഞാനത്തോടെ മനസ്സിലാക്കണ്ടേ? ഒരു വീട്ടിൽ പോകുമ്പോൾ തന്നെ ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് ഒരു ഹിന്റ് തരുമല്ലോ. അതല്ലേ ആത്മനിയോഗം എന്നൊക്കെ പറഞ്ഞാൽ. ആത്മ നടത്തിപ്പ് അതുമല്ലോ ഇന്നുണ്ടോ വിശ്വാസികൾക്ക്? ഹല്ലേലൂയ. ഇനി അവിടെ ചെന്ന് അതെല്ലാം കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് ഒരു ചെറിയ സ്വോത്രാഴ്ചയും കൊടുത്തിട്ട് പോകുന്നു. ഒരാഴ്ചത്തേക്ക് ജീവിക്കാനുള്ള. അത് ഞങ്ങളുടെ വലിയ കാശൊന്നുമുള്ള സമയമല്ലോ അല്ല അത്. പക്ഷെ അത് ചെയ്തേ പറ്റൂ അവിടെ. ഇല്ലെങ്കിൽ അടുത്ത സഹോദരന്മാരെങ്കിൽ മേടിച്ചുകൾ കൊടുത്തേ പറ്റൂ, അല്ലാതെ ചുമ്മാ പോരരുതേ. ഇതിപ്പോൾ അങ്ങനെയല്ല. അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും തന്നില്ല. പണ്ടൊരു വാസു പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചിനോട് കുറ്റം പറഞ്ഞു. എന്താ അമ്മച്ചി? ഇന്ന പാസ്റ്റർ ഇവിടെ വന്ന് പാസ്റ്ററെ പ്രാർത്ഥിച്ചു, പോകാൻ നേരത്തെ ഞാൻ 100 രൂപ കാശില്ലാണ്ട് കളഞ്ഞ് ചക്രം അങ്ങോട്ടും ഇവിടെയൊക്കെ അല്ലെങ്കിൽ ഒരു 100 എങ്ങാണ്ടെന്നും കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് കിട്ടി, അതുകൊണ്ട് കൊടുത്തു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതിന് എനിക്ക് 100 രൂപയാണോ തന്നതെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ്രവ്യാഗ്രഹം പാസ്റ്റർമാരെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ രോഗമായി ആഗോള വ്യാപകമായി ഈ മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കിയ ശുശ്രൂഷകന്മാരിൽ നല്ലൊരു പങ്കും എനിക്കും നിങ്ങൾക്കും അതുണ്ടാകരുത്. പൈസ വേണം നമുക്ക് ജീവിക്കാൻ, പക്ഷെ അതിന്മേലുള്ള ആഗ്രഹം കളയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി ധനവാൻ. ഉള്ളവന് പിന്നെയും വേണം, ഇല്ലാത്തവനൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ബാങ്ക് ബാലൻസ് ഉള്ളവൻ അത് കൂട്ടിക്കൊണ്ടിരിക്കണം, ഇല്ലാത്തവനോ ഒന്നും ചിന്തിക്കേണ്ട, ഉള്ളത് മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
പറയുമ്പോൾ ചിലർക്ക് മോഹമൊക്കെ ചുളിഞ്ഞുകൊണ്ടൊന്നും ഒരു കഥയില്ല. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ കർത്താവിൻ്റെ വരവായി. ഇല്ലെങ്കിൽ ആ ദ്രവ്യാഗ്രഹം എന്നുള്ള ഒറ്റ വിഷയത്തിൽ നമ്മൾ തട്ടിപ്പോവും ചിലപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഹല്ലേലൂയ. നിങ്ങളേക ശരീരമായി എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പിക്കും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം പ്രാപിച്ച് ജീവിച്ചോളൂ. സമാധാനമില്ലേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ സമാധാനം ഇറങ്ങി വരും. സ്നേഹവും ആത്മാവിലായിരിക്കണം. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനിൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാഭിഷേകം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹം നമ്മളിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് മനുഷ്യനെ കിടത്തി പൊറപ്പിക്കാതെ അന്യഭാഷ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി പോലും അവർ കാണത്തില്ല. കാര്യം എന്താ? ആത്മാവ് വേറെയാണ്. മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷത്തിൽ അടിപ്പെട്ട് കിടക്കുക ഇന്ന് സഭ. ഈ വചനം കേട്ട് മടങ്ങി വാ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാറ്റിനും ഇതേ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അടുത്ത്, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾ ഏക ശരീരമാ. ഏതാ ഈ ശരീരം? സഭ. തലയേതാ? ക്രിസ്തു. തലയായ ശരീരത്തിൽ നിന്ന് തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ഉപദേശം കേട്ടനുസരിച്ച് യുക്തമായി ചേർന്നിരുന്ന് ആത്മീയമായ വളർച്ച പ്രാപിച്ച്, ആത്മീയമായ വർധന പ്രാപിച്ച്, ആത്മീയമായ നിറവ് പ്രാപിച്ച്, തലയിൽ നിന്നുള്ള ഉപദേശം ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്ന എല്ലാ സഭാവിശ്വാസികൾക്കും ആവശ്യമാണ്. അത് കേട്ട് വളരണം. തലയെ മുറുകെ പിടിക്കാത്തവൻ ബിരുദെറ്റിക്കരുതെന്ന് കൊലോസ്യ ലേഖനം 2 നമ്മൾ വായിച്ചു. എന്തായി തലയെ മുറുകെ പിടിക്കാത്തത്? തലയെ മുറുകെ ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിക്കാത്തവൻ. ഏതാ ക്രിസ്തുവിൻ്റെ ഉപദേശം? നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. ഉണ്ടോ? അപ്പോൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം മുറുകെ പിടിക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുന്നത്. മോശയുടെ പ്രമാണം കയറി പിടിക്കുന്നവനല്ല. മോശയുടെ പ്രമാണത്തിലൂടെ നമുക്ക് എതിരില്ല. അത് നിഴലായിട്ടും ഇത് പൊരുളായിട്ടും നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലിന് വേണ്ടി ബാധിക്കുന്ന പ്രമാണമാണ്. ഇവിടെ സ്നേഹം കൊണ്ട് മൂടുകയാണ് ക്രിസ്തു നമ്മെ. മത്തായി 5 എടുത്ത് വായിക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, മോശ അങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതല്ലേ ക്രിസ്തുവിൻ്റെ പ്രമാണം? ഈ ഗിരിപ്രഭാഷണമല്ലേ നമ്മുടെ സതീശൻ ചില സമയങ്ങളിൽ പ്രസംഗിക്കുന്നത്? ഈ ഗിരിപ്രഭാഷണമല്ലേ മഹാത്മാഗാന്ധി പഠിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? അത് പ്രസംഗിച്ചുകൊണ്ടായില്ല, അത് ജീവിതത്തിൽ പകർത്താതെ കർത്താവിൻ്റെ വരവിൽ പോകാൻ പറ്റത്തില്ല. അതൊക്കെ അത് മനസ്സിലാക്കും. പക്ഷെ ഇവരെയൊക്കെ ഒരു മനസ്സിലുള്ളതാക്കി തീർത്തത് ഈ പ്രസംഗങ്ങളല്ലേ? കർത്താവിൻ്റെ പ്രസംഗമല്ലേ? കർത്താവ് പറഞ്ഞ വചനങ്ങളല്ലേ? ഞാനിവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനം കർത്താവ് പറഞ്ഞതാ. മോശ പറഞ്ഞ വചനം കൊല്ലുന്നതാണ്, മരണത്തിൻ്റെതാണ്, ഇരുട്ടിൻ്റെതാണ്. സംശയമുള്ളവർ 2 കൊരിന്ത്യർ 3 അധ്യായം 1-4-6 വാക്യം വായിച്ച് പഠിച്ചോളുക. ഇപ്പോൾ അത് പറയാൻ സമയം എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുക. 4 എപ്പിസോഡാണ് ഒരു സഭായത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്. അത് ഏകദേശമൊക്കെ തീരാറായി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കും. നന്ദിയുള്ളവരായിരിക്കും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ 150 സങ്കീർത്തനം എന്നാണ് വചനപരിജ്ഞാനം ഇല്ലാത്തവർ പറയും. അതല്ല, ആത്മാവിൽ പാടുന്ന അന്യഭാഷയും ഒക്കെയാണ് സങ്കീർത്തനം ഇവിടെ വീക്ഷിക്കുന്നത്. വേദപണ്ഡിതന്മാർ അങ്ങനെ ഒരേ ശബ്ദത്തിൽ പറയുന്നു. ആത്മീയ ഗീതങ്ങൾ, അന്യഭാഷയിൽ പാടുന്ന പാട്ടുകൾ, അന്യഭാഷ പറയുന്നതിന് സങ്കീർത്തനം, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നുണ്ട്. ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴണം, ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. ഒരു പുതിയ നിയമ വിശ്വാസിയിൽ, ഒരു പാസ്റ്ററിൽ, ഒരു സുവിശേഷകളിൽ, ഒരു ഇടയനിൽ, ഒരു ഉപദേഷ്ടാവിൽ, ഒരു ശുശ്രൂഷകനിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കണം.
ക്രിസ്തുവിൻ്റെ സമാധാനം വാഴണം, ക്രിസ്തുവിൻ്റെ വചനം വസിക്കണം, ക്രിസ്തുവിൻ്റെ സമാധാനം വാഴണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ശുശ്രൂഷയില്ല. പിന്നെ കഞ്ഞി കുടിക്കുക. ഇപ്പം അതല്ലേ നടന്നുകൊണ്ടിരിക്കണേ. ഒരു പാസ്സായിട്ടിരുന്നാൽ കുടുംബം നന്നായിട്ട് വളർത്താം. നിങ്ങളെന്നോട് പണങ്ങല്ലേ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് എത്ര ശമ്പളം? 2 ലക്ഷത്തിൻ്റെ താഴെ ഉള്ളൂ. ഒരു പാസ്റ്ററിൻ്റെ ശമ്പളം എത്ര? ഒരു മാസം 10 ലക്ഷം. ഇപ്പം എങ്ങനെയുണ്ട്? ബാങ്കിൽ നോട്ടെണ്ണാൻ 1-2 മിഷ്യൻ, പാസ്റ്ററിൻ്റെ സഭാകളിൽ നോട്ടെണ്ണാൻ 7 മിഷ്യൻ. അപ്പം ലക്ഷ്യം എവിടെ പോയി? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. ലക്ഷ്യം മാറിപ്പോയി. ലക്ഷ്യമതാണ്, എന്നാശയതാണ്, എൻ ജീവനാഥനെ ഞാൻ എന്നു കാണുമോ. ലക്ഷ്യമതാണ്, എന്നാശയതാണ്, എൻ ജീവനാഥനെ ഞാൻ എന്നു കാണുമോ. ആ പാട്ടെഴുതിയ ആൾക്കും പഴയ നിയമ പിതാക്കന്മാർക്കും വിശുദ്ധന്മാർക്കും അവരുടെ ലക്ഷ്യം സ്വർഗരാജ്യം, ദൈവരാജ്യം, രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ന് ചക്രം 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 ചക്രം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ 1 ലക്ഷം 2 ലക്ഷം ശമ്പളം മേടിക്കുമ്പോൾ ഒരു ദ്രവ്യാഗ്രഹിയായ പാസ്റ്റർ 10-15 ലക്ഷം രൂപ. രാഷ്ട്രീയ നേതാക്കന്മാർ സ്വത്ത് വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് 5 കോടിയും 3-10 കോടിയൊക്കെ ഉണ്ട്. പാസ്റ്ററിൻ്റെ 15 കോടി, 16,000 കോടി ഒരു ഭക്തന്. ഒരു സുവിശേഷനെ കുറിച്ച് ഒരു ന്യൂസ് ചാനലിൽ ഒരാൾ വെളിപ്പെടുത്തിയതാ. 16,000 കോടി. കോടികളിട്ട് അമ്മാനമാടുകയാണ്. മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു ഇതിലൂടെ ശക്തിയോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതിനെ പൊളിച്ചു കളയാന്നുള്ളതാണ് ഒരു കർത്താവിൻ്റെ എളിയ ദാസനായി എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന നിയോഗം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിമിത്തം ഒരു രക്തസാക്ഷിയായ സന്തോഷം. ഞാൻ ചിന്തിച്ചപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞ പത്രോസ്, യോഹന്നാൻ, യാക്കോബും എല്ലാം രക്തസാക്ഷികളായി. പിന്നെ നമ്മളെന്തിനാ ജീവിക്കാൻ നിൽക്കണം? കുറേ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്തിരിക്കും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കർത്താവിൻ്റെ വിലപ്പെട്ട കുഞ്ഞുങ്ങളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, വിശ്വാസ സമൂഹമേ, ബന്ധക്കോ സമൂഹമേ, ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോസ്തലന്മാരുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. ആ പ്രമാണത്തിന് വേണ്ടി നമ്മൾ മരിക്കാൻ ഒരുങ്ങണം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് അവർ ഒരു മെഴുകുതിരി എരിയുന്ന പോലെ തീർന്നു. ഞങ്ങളെ വചനം പഠിപ്പിച്ച ദിവസം അങ്ങനെ പറഞ്ഞു. ഒരു മെഴുകുതിരി എരിഞ്ഞ് അടങ്ങുന്ന പോലെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ മരിച്ചത്. ഇന്നോ അങ്ങനെയൊന്നുമല്ല. കോടികൾ ഉണ്ടാക്കി സമ്പാദിച്ചു വെച്ചിട്ടാണ് ഈ ദ്രവ്യാഗ്രഹികൾ ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെട്ടു പോകുന്നത്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ സ്വത്രം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? ഭയങ്കര പ്രയോഗം അവിടെ പത്രോസ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അധ്യായം മുഴുവൻ ദുർവിദഷ്ടന്മാരെയും ദ്രവ്യാഗ്രഹങ്ങളെ വെച്ച് പറയുന്ന അധ്യായമാണ്. എന്താണ് അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? ഞാൻ വായിക്കാം. ഞാനും എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലുണ്ടാകും. അപ്പം അവരുടെ ഇടയിലുണ്ടായിരുന്നു, നമ്മുടെ ഇടയിലുണ്ടാകും. സ്വത്രം. അവർ നാശകരമായ മതഭേദങ്ങളെ നിർണയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ദ്രവ്യാഗ്രഹികൾ, ദുരുപദേശികൾ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേദനയോടെ, ഹൃദയഭാരത്തോടെ, കണ്ണുനീരോടെ ഞാൻ പലപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുക. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഹല്ലേലൂയ. സ്വത്രം. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക്. നിങ്ങൾ ഞങ്ങൾക്ക് പണം തരുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മുമ്പ് 1000 തന്നെങ്കിൽ ഇപ്പോൾ 2000 തരണം. 1,00,000 10,000 തന്നെങ്കിൽ ഇപ്പോൾ 1,20,000 തരണം, 30,000 തരണം. അപ്പോൾ അനുഗ്രഹം കൂടിക്കൊണ്ടിരിക്കും.
അനുഗ്രഹം കൂടി കൂടി നിങ്ങൾക്ക് ഭൗതികം വർദ്ധിക്കും, പുള്ളിക്കും ഭൗതികം വർദ്ധിക്കും, അവസാനം എല്ലാം കൂടി കൂട്ട നരകത്തിലോട്ടും പോകും. ഇത് പറയാതെ എൻ്റെ പ്രസംഗം തീരത്തില്ല. അതുകൊണ്ട് ഈ ചതിക്കുഴികളെ, ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറയുന്നവരെ തെന്നി ഒഴിഞ്ഞു പോകുവാൻ ദൈവനാമത്തിൽ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കും. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, ദ്രവ്യാഗ്രഹികളെ സൂക്ഷിപ്പിൻ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പിൻ, ദുരുപദേഷ്ടകന്മാരെ സൂക്ഷിപ്പിൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിത്യത അവര് തകർത്ത് കളയും. യെശയ്യാവ് 3:12 വാക്യം വായിച്ചല്ലോ. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ചു കളയും. നിങ്ങൾ പോകുന്ന നിത്യതയിലേക്കുള്ള വഴി അവരെ നശിപ്പിച്ചു കളയും. അവസാനം അയ്യോ എനിക്ക് ഈ ഗതികെട്ട അവസ്ഥ വന്നല്ലോ എന്ന് ആ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്ന് പറഞ്ഞതുപോലെ പറയേണ്ട ദുരവസ്ഥ എനിക്കും നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് ഇത്ര ശക്തിയോടെ മറനീക്കി ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തെ സ്നേഹിക്കുന്നു, പെന്തക്കോസ്തുകാരെ സ്നേഹിക്കുന്നു, സംഘടനകളെല്ലാം സ്നേഹിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്ന ഉപദേശങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും നാഗശിഖാന്തം എതിർക്കുന്നു. അങ്ങനെ എതിർത്തില്ലെങ്കിൽ നമുക്ക് ദുഷ്ടനെ, വഷളനെ നിന്ദനായിട്ട് തന്നെ കാണണമെന്ന് വചനം പറയുന്നു. അവനെ വെള്ളപൂശുന്ന പരിപാടി നമുക്കില്ല. അതുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ആ പൗലോസ് പറഞ്ഞ ആ പ്രബോധന വാക്യം ശ്രദ്ധിച്ചു കൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നന്ദിയുള്ളവരായിരിക്കും. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ച് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. വാക്കിനാൽ ക്രിയയാൽ എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം വരണം. ദൈവവചന അവസ്ഥപ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ദോഷമായി തീരും. നമ്മൾ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിത്തീരും. അത് നമുക്ക് വരരുത്. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആർക്കും അത് വരരുതെന്നുള്ള വലിയ ഒടുങ്ങാത്ത ആഗ്രഹമാണ് ഇതെല്ലാം പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രസംഗമല്ല, സ്നേഹത്തിൽ നിന്ന് തന്നെ. ദൈവം ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവനും ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവനും ഒരുപോലെ ശിക്ഷയുണ്ടെന്ന് എബ്രായ ലേഖനം 10:26, 27, 28, 29 വാക്യങ്ങൾ വ്യക്തമായി പറയുന്നു. പറയാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല, ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയി. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഇതിൻ്റെ ബാക്കി വചനങ്ങൾ അടുത്ത 2-3 എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.